പാലക്കാട്, ഇപ്പോൾ കോഴിക്കോടും. പിന്നെ എന്റെ ശബ്ദത്തിൽ അല്ലാതെയും പരസ്യം പറയാറുണ്ട്. താരൻ മുടി കൊഴിച്ചില്ലോ ഒന്നും നിങ്ങൾക്കുണ്ടാവില്ല. അത് ശരി. ഈ പ്രവീണേ ഒരു പ്രാവശ്യം എന്നെ വിളിച്ചിട്ട് യൂസഫേ എവിടെ ഉണ്ടാ? ഞാൻ പറഞ്ഞ വീട്ടിലുണ്ട്, പരിപാടി ഒന്നും ഇല്ലായിരിക്കാണ്, നീ ഒന്നൊരാളത്തേക്ക് വരുവാ പറഞ്ഞേ. എന്നെ വിളിച്ചിട്ട് മൈക്ക് കൊണ്ടുവന്നിട്ട് ഒരു 4-5 ചുമ ചുമക്കാൻ. ഞാൻ പറഞ്ഞ അതൊരു പരസ്യത്തിൽ ചുമ എടുത്തിട്ട് കുത്തിയില്ല ചുമ. എനിക്കൊരു 500 രൂപ കിട്ടി. 5-6 ചുമ ചോദിച്ചപ്പോ 500 രൂപ. ഈ പറഞ്ഞു ഇന്നാളെ വിളിക്കാൻ പറഞ്ഞു, എന്നെ അവർ വിളിച്ചു. ഞാൻ അവിടെ നിന്ന് ജയറാബണ്ണ വിളിച്ചു. ജയറാബണ്ണ പഞ്ചതന്ത്രം സിനിമ സെറ്റിലേക്കായിരുന്നു. അപ്പൊ ഞാൻ ചേട്ടാ ഒരു അവസരം വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചു. അത് പറ്റിപ്പോ നീ പോകണ്ടെന്ന് പറഞ്ഞു. ജയറാബണ്ണൻ പറഞ്ഞതാണ് ശരിയാവില്ല എന്ന് പറഞ്ഞ കാര്യമാണ്. ഈ ജോർജ് ചേട്ടനാണ് ഇവിടെ എല്ലാത്തിനും കൗണ്ടർ അടിക്കുന്ന ആള്. ജോർജ് ചേട്ടൻ എല്ലാവർക്കും പേടിയാണെന്ന് പറയുന്നു. ഇവിടെ പലരും ഷൂട്ടിനോട് ചോദിച്ചു ജോർജ് ചേട്ടനോട് ചോദിച്ചു. ഞാനൊരു കാര്യം ചെയ്യട്ടെ, നാരായണൻകുട്ടി മാറിക്കളന്നില്ലേ ആണല്ലേ? എനിക്ക് ഈ ജോർജിനോട് കാര്യം, ജോർജ് ഏതെങ്കിലും നടനെന്ന് ഇമിറ്റേറ്റ് ചെയ്യും? ഇല്ല, ഞാൻ ഇമിറ്റേറ്റ് ചെയ്യുന്നില്ല. നാരായണൻകുട്ടി നന്നായിട്ട് ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞുതരാം, ഞാൻ നടന്മാരെ ഇമിറ്റേറ്റ് ചെയ്യുന്ന കാരണങ്ങളുണ്ട്. അതിപ്പോ മൃഗങ്ങളെയും ഞാൻ അതൊക്കെയാണ്. ഇപ്പൊ കിളികള്, മൃഗങ്ങള്, ഇതൊക്കെ എന്നും നിലനിൽക്കും. ഈ നടന്മാരാരാ നിലനിൽക്കുന്നത്? അങ്ങനെ നമ്മളൊരു നടനം പഠിച്ചു വരുമ്പോ ആ നടൻ ഔട്ടായിരുന്നു. പണ്ടെനിക്ക് അനുഭവം. രാജകുമാരി രാജയോഗമായി ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി. എന്തൊരു ഐശ്വര്യമാണ് അവളെ കാണാൻ. അവളുടെ കണ്ണുകളുണ്ടല്ലോ വൈരക്കല്ല് എടുത്ത് വെച്ചോണ്ടിരിക്കും. മൂക്കിന്റെ കാര്യമാണെങ്കിൽ പറയണ്ട, മൂക്കുണ്ട്, പക്ഷെ തന്നെ പോലുള്ള മൂക്കല്ലടേ. അത് നമ്മുടെ ഈ മോഹൻലാലിനെ അനുകരിക്കുന്ന ആൾക്കാർ. പക്ഷെ ഷാജു മോഹൻലാലിനെ അനുകരിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം എപ്പോ ഇരുന്നാലും ആ മോഹൻലാലിന്റെ ഒരു ചെറിയൊരു എപ്പോഴും ഒരു ആ ഫിഗറിൽ ഞാൻ മോഹൻലാലിനെ അനുകരിക്കുന്ന ഒരാളാണ് എന്നുള്ളൊരു അത് മോഹൻലാലിനെ അനുകരിക്കുന്ന ആൾക്കാരുടെ ഒരു പ്രത്യേകതയാണ്. എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമായിട്ടൊക്കെ ഒരു മോഹൻലാലിന്റെ ചേഷ്ടകൾ ഉണ്ടാവും. അടച്ചു പറയരുത്. ഇല്ല അല്ല, നിന്നെ പറയുന്നില്ല, നീ മോഹൻലാൽ എടുക്കുന്നില്ല. നിനക്ക് ശരിയായിട്ടില്ല. അപ്പൊ ഇതിനൊരു കോമഡി. ഞങ്ങള് ഒരു ദിവസം ബോംബെ ഇങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വരികയാണ്. അപ്പൊ റോണിച്ചൻ മോഹൻലാലിനെ എടുക്കുന്ന ഒരു അടിപൊളി അല്ലെ, റൊണാൾഡോ പൈക. അദ്ദേഹം ഞങ്ങളുടെ പ്രോഗ്രാം വന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ട്രെയിനൊക്കെ ഇരിക്കുന്ന അദ്ദേഹത്തിന് പ്രത്യേകതയുണ്ട്. അദ്ദേഹം ട്രെയിനിലെ ഭക്ഷണമൊന്നും കൊള്ളില്ല എന്ന് പറയുന്നത്. അതൊന്നും മേടിച്ചു കഴിക്കത്തില്ല. പുള്ളി പേരക്കായൊക്കെ പഠിച്ചു കഴിക്കുള്ളൂ. പേരക്കായൊക്കെ പഠിച്ചു കഴിച്ചു, അണ്ണാനെ പോലെ പേരക്കായൊക്കെ പഠിച്ചു കഴിച്ചിട്ടുണ്ട്. പുള്ളി വളരെ അന്തസ്സായിട്ട് ആ വിൻഡോയിൽ കയറി ഇങ്ങനെ മോഹൻലാൽ ഇങ്ങനെ ഇരുന്ന് പുള്ളി ഉറങ്ങുക, കാറ്റടിച്ച് ഇങ്ങനെ ട്രെയിൻ അടിച്ചോണ്ട് പോകണം. അപ്പൊ ആ ചായക്കാരൻ ചായ 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 എന്ന് പറഞ്ഞ് വന്നിട്ട് ഇപ്പൊ ഇയാൾ ഒന്നാമത് ഇരുട്ടുവാണ്, കമ്പാർട്ട്മെന്റ് ആണല്ലോ. അപ്പൊ റോണിച്ചൻ കറുപ്പ് വരെ മോഹൻലാൽ ഇരിക്കണ പോലെ ഇങ്ങനെ ഉറങ്ങിപ്പോയി പുള്ളി. അപ്പൊ ചായ വിൽപ്പനക്കാരൻ ഇങ്ങനെ നോക്കിയപ്പോ തന്നെ പെട്ടെന്നൊരു ഞെട്ടല്, മോഹൻലാൽ ഇരുട്ടുവാണല്ലോ. അപ്പൊ തന്നെ എന്നോട് ചോദിച്ചിട്ട് മോഹൻലാൽ, ഞാൻ പറഞ്ഞ അല്ലല്ല ഒരു മിമിക്രിക്കാരനാണ്. ആണോ? അപ്പൊ പുള്ളി ചമ്മലുണ്ട് വിളിക്കും. അപ്പൊ ചായ 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 മോഹൻലാലിന്റെ അതേ ചായ അതേ ചായ 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 മോഹൻലാലിന്റെ അതേ ചായ ചായ. അപ്പൊ ഞാൻ രാവിലെ മുതൽ ഇവരുടെ മുമ്പിലൊക്കെ പിടിച്ചു വെക്കണ്ട. അപ്പൊ രാവിലെ മുതല് ഇവരുടെ മുമ്പിൽ പിടിച്ചിരിക്കാനായിട്ട് രാവിലെ മുതൽ ഇതിങ്ങനെ. അപ്പൊ പിന്നെ കഴിച്ച് രാവിലെ തുടങ്ങി കഴിക്കരുത്. അതല്ല ജോർജ്, രാവിലെ കഴിക്കരുത്. ചേട്ടാ നേരത്തെ തുപ്പല കറിക്കുന്ന കാര്യം പറഞ്ഞേ. ഈ സാധനം ഞാൻ ചെയ്യാൻ ശ്രമിച്ചു, കൊറേ ഞാൻ ശ്രമിച്ചു, പക്ഷെ സൗണ്ട് വരുന്നില്ല. ഞാൻ തീരുമാനിച്ചിരിക്കുക ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അത് ഒരാളുടെ അടുത്തുനിന്ന് പഠിച്ചെടുക്കുന്നു. അത് നടക്കൂലെന്ന്. 52 തബലയാണെങ്കിൽ ഇവിടെ ഒരു കാര്യം പറയാനുണ്ട്. ഈ സംക്രാന്തി എല്ലാവരും ഭയങ്കരമായിട്ട്, നസീർ സംക്രാന്തി ഭയങ്കര കംപ്ലൈന്റ് ആണ്. അദ്ദേഹത്തിന്റെ കോട്ടയം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എന്തോ പ്രലോഭനത്തിൽ കൂടെ മേടിച്ചെടുത്തെന്നാണ് പറയുന്നത്. നിങ്ങൾ ഇനി അതെങ്കിലും മാറ്റി പറയണം. ഈ കോട്ടയം നിങ്ങളുടെ കുടുംബമാണ്. ആ രാത്രി നീ ഒന്നും ഓർക്കുന്നില്ലേ? അല്ല, അതല്ല ആ രാത്രി മേടിച്ചു കൊടുത്ത കുപ്പിയൊക്കെ മറന്നുപോയി. കുപ്പി ആ കോട്ടയം ഞാൻ തിരിച്ചു തരണോ? പറ, നീ അതിപ്പോ നിനക്ക് സ്വന്തമായിട്ട് കിട്ടിയതല്ല, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അല്ല, ഞാൻ കോട്ടയം വിട്ടല്ലേ, എനിക്ക് സംക്രാന്തി തിരിച്ചു തന്നാ. സംക്രാന്തി നല്ല പേരുണ്ടായി. അഥവാ അങ്ങനെ തന്നാല് എന്റെ ഭാര്യക്ക് ഡൗട്ട് അടിക്കും. സൈനോക്ക് ഇല്ലാത്തത് നിന്റെ ഭാഗ്യം. സുരേഷോട് എന്താ പറഞ്ഞത്? അല്ല, ഞാനൊന്നും അറിയാൻ പാടത്തോണ്ട് അനുകരിക്കുന്നില്ലല്ലോ. അല്ല, അറിയാന്ന് പറഞ്ഞ അനുകരിച്ചിട്ട് ശരിയാക്കാണ്ടിരിക്കും. അല്ല, ജോർജ് പറഞ്ഞു സൈനിക ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ അത് പ്രശ്നമാകുമെന്ന് പറഞ്ഞു. പക്ഷേ ജോർജ് ഒരു കാര്യം മനസ്സിലാക്കണം, തബലക്ക് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ അത് തന്നെത്താൻ തല്ലിക്കൊന്നാണ്. അപ്പൊ നമ്മുടെ ജോർജ് ചേട്ടന്റെ തബല എല്ലാവർക്കും കേൾക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്.
ഇപ്പൊ തബല മാത്രമാക്കണ്ട, നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്നിട്ട് പഴയ കാലം ഒന്ന് ഓർക്കുന്നതിന് വേണ്ടി അങ്ങനെയാണെങ്കിൽ കച്ചേരി മതി. അതെന്നെ പറഞ്ഞു. അപ്പൊ കച്ചേരി വരുമ്പോ തബല പറ്റില്ല, മൃദംഗം. മൃദംഗം ആയിക്കോട്ടെ, സംഭവം മാറും. സംഭവം എല്ലാം ഒന്ന് കേട്ടാ. പല പേരിൽ അറിയപ്പെടുന്നു. ഇത് പാടി സഹായിക്കാനായിട്ട് പ്രതിഭേട്ടനെ ക്ഷണിക്കുകയാണ്. ഓക്കെ. സ്വാമിനാഥ